ആദിവാസി ഗോത്രവർഗ മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധം. നടപടി നേരിട്ട അധ്യാപകർ വയനാട് ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. വർഷങ്ങളായി സേവനം ചെയ്തിരുന്ന നൂറുകണക്കിന് അധ്യാപകരെ ഒരൊറ്റ ഉത്തരവിലൂടെ ഒഴിവാക്കിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം നടന്നത്. ജോലി തിരിച്ചു നൽകിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് മെന്റർ അധ്യാപകരുടെ തീരുമാനം. നടപടി കടുത്ത അന്യായമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും മാതൃഭാഷയിലൂടെ പഠന പിന്തുണ നൽകുന്നതിനുമായി നടപ്പാക്കിയിരുന്ന ഗോത്രബന്ധു പദ്ധതിയിലെ മെന്റർ അധ്യാപകരെയാണ് പുതിയ അധ്യയന വർഷത്തിൽ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയത്. പട്ടികവർഗ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പ്രധാന അധ്യാപകർക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് നൽകിയത്. വയനാട്, പാലക്കാട്, ഇടുക്കി ജില്ലകളിലായി സേവനമനുഷ്ഠിച്ചിരുന്ന 308 അധ്യാപകരെയാണ് പിരിച്ചുവിട്ടത്. വയനാട്ടിൽ മാത്രം കഴിഞ്ഞ 9 വർഷമായി ജോലി ചെയ്തിരുന്ന 241 പേർക്ക് ഇതോടെ തൊഴിൽ നഷ്ടമായി. നിലവിലുള്ള എല്ലാ 291 പേര് 3 ജില്ലയിലുള്ള സംസ്ഥാന വ്യാപകമായിട്ട് നിൽക്കുന്ന എല്ലാവരും പിരിച്ചുവിട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇത്രയും വർഷം ഈ അധ്യയന വർഷത്തിൽ 2025-26 അധ്യയന വർഷത്തിൽ തുടർന്ന അധ്യാപകരെ, ഗോത്രബന്ധു അധ്യാപകരെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനിയൊരു നിയമനം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ തുടരേണ്ടതില്ല. വിദ്യാസമ്പന്നരായിരിക്കുന്ന TTC BEd ക്വാളിഫിക്കേഷനുള്ള ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾക്ക് ജോലി കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. 2017 സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഗോത്രബന്ധു പദ്ധതിയിലൂടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ആദിവാസി വിദ്യാർത്ഥികൾക്കായി പ്രത്യേക മെന്റർ അധ്യാപകരെ നിയമിച്ചത്. TTC BEd യോഗ്യതയുള്ള പട്ടികവർഗ യുവാക്കളെ നിയമിച്ചതിലൂടെ വിദ്യാഭ്യാസ പിന്തുണയും തൊഴിലവസരവും ഒരേ സമയം ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷയിൽ പഠന സഹായം ലഭ്യമാക്കിയതോടെ കൊഴിഞ്ഞുപോക്ക് ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നുവെന്നാണ് അധ്യാപകരുടെ വാദം. അധ്യാപകരെ പിരിച്ചുവിട്ട നടപടി കടുത്ത അന്യായമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് അധ്യാപകരുടെ തീരുമാനം. ന്യൂസ് മലയാളം, വയനാട്.